അവർക്ക് വേദന അധികമായപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് മനസ്സിലായി. യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയെല്ലാം കൊടുത്തതിന് ശേഷവും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഓൾറെഡി മരുന്ന് വാങ്ങിയിട്ട് പോയിട്ട് 45 ഡേയ്സ് ആയിട്ടുണ്ട്. നല്ല മാറ്റം കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണ്. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് നമുക്ക് നേരത്തെ ഒരു വീഡിയോ തന്നതാണ്. ഓൾറെഡി 1 മന്തായി ഇവർ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മരുന്ന് കഴിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പേഷ്യന്റ് ഇവിടേക്ക് വരുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ, പേരെന്താണ്? കരംനഗർ എന്നാണ്. എന്റെ പേര് മഹേഷ്. എന്റെ ഓക്കേ. അമ്മയുടെ പേര് ഈശ്വരമ്മ എന്നാണ്. ഉം. അമ്മയ്ക്കിപ്പോ ഏതാണ്ട് ഒരു 80 വയസ്സായിട്ടുണ്ട്. ഉം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ബയോപ്സി ടെസ്റ്റ് എടുത്തതിന് ശേഷം ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഉം. അതിനുശേഷം ഞങ്ങളോട് റേഡിയേഷൻ ചെയ്യണം, കീമോതെറാപ്പി ചെയ്യണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഉം. വയസ്സ് കുറച്ച് കൂടുതലാണല്ലോ, 70 വയസ്സിന് മേലെ ആയതുകൊണ്ട് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഉം. പിന്നെ യൂട്യൂബിൽ ഈ ഹോസ്പിറ്റലിനെ പറ്റി കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി മരുന്ന് വാങ്ങിയിട്ട് പോയിട്ട് ഒരു 45 ഡേയ്സ് ആയി കാണും. ഉം. നല്ല മാറ്റം കാണുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തോന്നിയത്? ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് വായ്ക്കുള്ളിലാണല്ലോ, അത് അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല, ഉള്ളത് അതുപോലെ തന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. ഈ ഒരു മരുന്ന് മാത്രമല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ? ഇതൊന്നും മാത്രമേ ഉള്ളൂ, വേറൊരു മരുന്നുമില്ല. ഓക്കെ. ക്യാൻസറിനെ പറ്റി ഇപ്പൊ സാറിന് നല്ല ബോധ്യമുണ്ടല്ലേ? ആ. ഇവിടെ വന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും സാറിന് മനസ്സിലായി. അതെ. സാർ, ഈ അസുഖം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. ആർക്കും ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വന്നേന്ന് അറിയാമോ സാർ? അമ്മ ഇതിനു മുന്നേ ഒരു 30-40 വയസ്സ് വരെ പുകയിലൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഓ, ഓക്കെ. അതാണെന്ന് തോന്നുന്നു. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ പല്ലുവേദന വരുന്ന സമയത്ത് ഈ ഗ്രാമ്പൂ എന്ന് പറയില്ലേ നമ്മൾ, ആ സാധനം വേദന മാറുന്നതിന് വേണ്ടി ഇവിടെ അങ്ങനെ എടുത്ത് ഓ. വെക്കുമായിരുന്നു. അങ്ങനെ വെച്ചായിരുന്നു. ചൂടാക്കി അതെ, ആ വെക്കുന്നത്. സ്ഥലത്തൊരു ഓക്കെ. പുണ്ണ് പോലെ അങ്ങനെ വന്നായിരുന്നു. ഓക്കെ. സാർ, ഇപ്പോ ആയുർവേദത്തോട് ഒരു വിശ്വാസമൊക്കെ വന്നില്ലേ സാറിന്? അതെ, വന്നിട്ടുണ്ട് മാഡം. സാർ, അമ്മയ്ക്ക് പ്രായക്കൂടുതൽ കൊണ്ടാണോ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കാതിരുന്നത്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ സാർ? ഇല്ല, ഞങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് അനങ്ങാനൊന്നും പറ്റത്തില്ല, അവർ വീട്ടിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഉം. എന്തൊക്കെ ചെയ്താലും അവർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഇഞ്ചക്ഷൻ പോലും പറ്റില്ലായിരുന്നു. ഈ കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് കാരണം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, അവർ രക്ഷപ്പെടാനും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിട്ടാണ് ഓക്കെ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല മാറ്റമുണ്ട്. ഓക്കെ. ഉം. ഓക്കെ സാർ, ഡോക്ടർ എത്ര മാസത്തോളം മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്? 6 മാസത്തോളം കഴിച്ചാൽ മതി എന്നാണ് 6 പറഞ്ഞത്. months അല്ലേ? ഓക്കെ. സാർ, ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടന്നേ? സാർ പേഷ്യന്റിനോട് പറഞ്ഞിരുന്നോ? അമ്മയും കൂട്ടിക്കൊണ്ടാണോ വന്നേ? എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ആദ്യത്തെ പ്രാവശ്യം അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നൊന്നുമില്ല. കാരണം അമ്മയ്ക്ക് കുറച്ച് വയസ്സായാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഉം. പക്ഷേ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ആദ്യത്തെ തവണ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ തന്നെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ, ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ അല്ലേ? അതെ, ഓക്കെ. ബയോപ്സി റിസൾട്ട് എല്ലാം ഇവിടെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. 6 മാസം മെഡിസിൻ കഴിച്ചതിന് ശേഷം സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ടിനെ പറ്റി ഡോക്ടർ പറയുമായിരിക്കും അതെ, അല്ലേ? കുഴപ്പമില്ല മാഡം. എങ്ങനെയുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക്? നല്ല മാറ്റമുണ്ട്. ഓക്കെ. ഇപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? സാർ, എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ 6 മാസം മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ശരി.